അപ്പോൾ ഇന്നേ ദിവസം ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനെ കഴിഞ്ഞിട്ടിരിക്കുകയാണെന്ന് അറിയാം. അതിന് താമസിയാതെ തന്നെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ചത്തെ ടോക്ക് എന്തിനെ കുറിച്ചായിരിക്കണം എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജോൺ സാർ തന്നെയാണ് നമുക്ക് എന്നോട് പറഞ്ഞത്, പക്ഷേ നമുക്ക് ലാഫ്റ്റർ തെറാപ്പിയെ കുറിച്ച് ഒരു ടോക്ക് വയ്ക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഒരുക്കിയിട്ടുള്ള ഒരാളാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ക്രിസ്മസ് മാസം അതൊരു സന്തോഷത്തിൻ്റെ മാസമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ, ഇവരെല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു മനുഷ്യൻ ജനിച്ച മാസമാണ്. യേശു ക്രിസ്തു ജനിച്ച മാസം. അതുകൊണ്ട് ഈ ഒരു മാസം സന്തോഷത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പുഞ്ചിരിയെക്കുറിച്ചും സംസാരിക്കുന്നത് വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സാറിൻ്റെ ആ ഒരു ആശയത്തോട് എനിക്ക് യോജിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ആദ്യത്തെ ഞായറാഴ്ച ഇങ്ങനെ ഒരു ടോക്ക് വയ്ക്കാനായിട്ട് എടുക്കാവുന്നത്. ഇന്നത്തെ ദിവസത്തെ ടോക്കിൻ്റെ റിസോഴ്സ് പേഴ്സൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ജോൺ സാറാണ്. ഒരു പ്രത്യേകമായ ഇൻട്രഡക്ഷൻ സാറിനെ കുറിച്ച് ആവശ്യമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഞാൻ 2000 കാലഘട്ടങ്ങളിൽ 90 ആ ഒരു കാലഘട്ടങ്ങളിൽ 2000 വരെ ഞാനിവിടെ അടുത്താണ് താമസിച്ചത്. മൗൺസിനായ ഹോസ്പിറ്റലിൽ അടുത്ത താമസിച്ചത്. അവിടെ താമസിക്കുന്ന സമയത്ത് ഈ ഉപാസനയ്ക്ക് എൻ്റെ ഫാദർ ഒരു നിത്യ സന്ദർശകനായിരുന്നു. ഒപ്പം എന്നെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ നാദോപാസനയിൽ സംഗീതം പഠിച്ചിരുന്നു. വന്ന് ഇന്ന് അവിടെ ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്. ദൈവം അങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉപാസനയിൽ വരുമായിരുന്നു. അന്ന് സാറിന് ഞാൻ ഇതുപോലെ തന്നെ വലിയ വ്യത്യാസം തലമുടി മാത്രം ഒരു അനുഭവം എടുത്തിട്ടുള്ളതല്ലാതെ വേറെ ആ ഊർജ്ജസ്വലതയ്ക്കോ ആ ഒരു തീക്ഷ്ണതയ്ക്കോ ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല. അന്നുള്ളതുപോലെ ഇന്നും സാറ് വലിയൊരു ഇൻസ്പിറേഷനാണ്. ഈ ഒരു സമയത്ത് ഇത്രയും തീക്ഷ്ണതയോടുകൂടി ഊർജ്ജസ്വലമായ കാര്യങ്ങൾ ചെയ്യുക, അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃകയും കൂടിയാണ്. അദ്ദേഹം വളരെ ഏകദേശം 30 വർഷത്തോളം ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിലും മറ്റു വിഷയങ്ങളിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഞങ്ങൾ വായിക്കുന്നതാണ്. മനഃശാസ്ത്ര ആത്മീയ പരിഹാരങ്ങൾ, വിജയിയുടെ വ്യക്തിത്വം, വിജയ രഹസ്യങ്ങൾ, ഇമോഷണൽ ഇന്റലിജൻസ്, ജീവിതം സന്തുഷ്ടമാക്കാൻ, വ്യക്തി യൗവനം നേടാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാട് റീഡേഴ്സിലേക്ക് എത്തിയിട്ടുള്ളതും ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഈ ഒരു ദിവസം സാറിന്റെ ഈ ഒരു ടോക്ക് എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് മാറുന്ന സാധ്യതയുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പരിപാടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ബ്രദേഴ്സിന്റെ വെസ്റ്റീഷനാണ്, ഉടുപ്പ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ പരിപാടി അവസാനിച്ചത് ഏകദേശം 4:35-നാണ്. അപ്പോൾ ഞാൻ ഇത് കൂടാൻ വേണ്ടി എങ്ങനെ വരും ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് കറക്റ്റ് ഷാർപ്പ് 5 മണിക്ക് ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഈ ഒരു ടോക്കിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഉപാസനയിലെ എല്ലാ ഉപാസകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോൺ മുഴുത്തേറ്റ് സാറിനെ ഈ ഒരു ടോക്ക് നയിക്കാനും ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, മുഖത്ത് നിന്ന് പുഞ്ചിരി മായുന്ന ഒരു കാലഘട്ടം. എല്ലാവരും വളരെ സീരിയസ് ആണ്. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ്. എന്തൊക്കെയോ കാര്യങ്ങളൊന്നും ചിന്തിച്ചിങ്ങനെ നടക്കാൻ, മറ്റുള്ള ഒരു ആളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനോ ഒന്ന് സ്നേഹത്തോടുകൂടി ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനോ പലരും മറന്നുപോകാം. ഇവിടെ നമ്മൾ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഫുൾ ടൈം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കടന്നു വരുന്ന വ്യക്തികൾ ഒരു ഭാഗം ഭയങ്കര സ്ട്രെസ്ഡാണ്. അവർക്ക് എങ്ങോട്ടാ പോകുന്നത് അവർക്ക് തന്നെ അറിയാമല്ല രീതിയിൽ അങ്ങനെ നടക്കാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മനസ്സ് തുറന്ന് പുഞ്ചിരിക്കാം? ഒരുപക്ഷെ സാറ് ക്ലാസ്സിനെ കുറിച്ച് എടുക്കും. ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള എക്സസൈസ് ആണ് പുഞ്ചിരി. നന്നായിട്ട് പുഞ്ചിരിച്ചാൽ ഒരു ബാസ്കറ്റ്ബോൾ 1/2 മണിക്കൂർ കോർട്ടിൽ കളിക്കുന്ന ഇഫക്റ്റ് കിട്ടുന്നതാണ് പറയുക. പുഞ്ചിരി അത്രമാത്രം ഇഫക്റ്റീവാണ്. നന്നായിട്ട് മനസ്സ് തുറന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കുന്നവർ ഒരുപക്ഷെ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇന്ന് ഈ ലാഫ്റ്റർ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്, ഈ ഒരു ടോക്ക്
നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ടോക്കിലേക്ക് കടന്നു. പ്രിയപ്പെട്ട ഉപാസകരെ, വളരെ സന്തോഷകരമായ ഒരു സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ പുതിയ സെഷൻ ആരംഭിക്കുന്നത്. രാവിലെ 3 മണി മുതൽ നമ്മൾ ഇവിടെ യോഗ പ്രാക്ടീസ് ചെയ്തു, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നടത്തി, ഹൗ ടു കീപ് യുവർ ബ്രെയിൻ യങ് ആൻഡ് ക്രിയേറ്റീവ് എന്നുള്ളതിനെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു, അത് പ്രസൻറ്റ് ചെയ്തു. ഇനി അത് കൺസോൾട്ട് ചെയ്ത് അടുത്ത പ്രാവശ്യം ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്ന് ലാഫ്റ്റർ യോഗ അല്ലെങ്കിൽ ലാഫ്റ്റർ തെറാപ്പി എന്ന് പറയുന്നത് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്ന് ഏറ്റവും വളരെ ചെലവ് കുറഞ്ഞ് സമയം കുറച്ച് എടുത്ത് നമുക്ക് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചിരി എന്ന് പറയുന്നത്. ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ചിരിക്കുന്നില്ല, ചിരി മാഞ്ഞു പോയിരിക്കുന്നു. അപ്പം ഇന്ന് ഈ സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ ചിരിയെ നമ്മൾ വിസ്മരിച്ചതാണ്. പുഞ്ചിരിക്കാൻ പോലും ആളുകൾക്ക് മടിയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിന് ആളുകൾ അടുക്കാനും ചിരിക്കാനും ഒന്നും സമയം കണ്ടെത്താറില്ല. നേരത്തെ അടുത്ത് മുഖത്ത് നോക്കിയാണ് ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാമായിരുന്നു, പുഞ്ചിരിക്കുന്നുണ്ടോ. ഇപ്പം ഈ ഇത് മാസ്ക് ഇട്ടിട്ട് വരുമ്പം അത് നമ്മൾ ശ്രദ്ധിക്കാറായി. അന്ന് നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ലെന്നുകൊണ്ട് ചിരിക്കാതെ ഇരുന്ന് പോയി. ഇപ്പോൾ അത് കാരണം ആ സ്വഭാവം വീണ്ടും തുടരുവാണ്. ഇപ്പോഴും ചിരി മാഞ്ഞു പോയ പോലെയാണ്. പക്ഷേ അത് വലിയൊരു നഷ്ടമാണ് നമുക്കുണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന് തന്നെ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ചിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എനിക്ക് ഒന്നിരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഇടയായത്. ഞാൻ എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട 7 ദിവസത്തെ പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജിൽ ഉണ്ടായിരുന്നു. എലക്ട്രിസിറ്റി ബോർഡിൽ വരുന്നതാണ്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ്ങിന് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജിലെ പ്രോഗ്രാം 7 മണിയാണ്, ഞാൻ 5 മണിയാകുമ്പോൾ ചെയ്യും. രാവിലെ 9-10 മണിക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ സമയം കിട്ടും നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട്. അതൊക്കെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരാളിനോട് പറഞ്ഞു, ഇവിടെ ലാപ്ടോപ്പിൻ്റെ പ്രോഗ്രാമാണ്. ലാപ്ടോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാനതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി അറിയാൻ അപ്പോൾ ഞാനിവിടെ വരാമെന്ന് ഭയങ്കര ദേശബോധമായിട്ടുള്ള പ്രോഗ്രാം വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇവിടെ കൂടെ ഒരു മൈതാനത്താണ്, വലിയൊരു പാർക്കിൽ. അവിടെ ചെന്ന് കൂടുതൽ 15 പേര് കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. ഇത്രയും ആളുകളൊക്കെ ഒന്നിച്ച് കൂടിയിരിക്കുന്നു. അത് കൂടുതൽ പ്രായമുള്ളവരാണ്. ഭൂരിഭാഗം ആളുകൾ നോക്കിയാൽ തല വെച്ചവരും പ്രത്യേകതയൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ഭയങ്കര അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവർ ഇപ്പം നമ്മളിവിടെ ചെയ്തതുപോലെ കൈയടിച്ചത് ഹ ഹ ഹാ ഹ ഹ ഹാ എന്ന് ഭയങ്കര ചിരി അട്ടഹാസം. ആ ചിരിയോടുകൂടി അവരിതിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഒരു ജീവനോട് കാണിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളതിനെ പറ്റി അവരെ ഒരു ഞാൻ അവിടെ ആത്മഹത്യത്തെ പുതിയ ആളാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളൊരു ബുക്ക് തന്നു. അവർ ലാഫ്റ്റർ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അത് മന്ത്ലി. അതിനകത്ത് അതിനകത്ത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ, അതിൻ്റെ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ, അതിൻ്റെ കണ്ടെത്തലുകൾ ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ആവേശം തോന്നി. അപ്പം വളരെ രസകരമായ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അതിനകത്ത് ശാസ്ത്രീയ അടിത്തറയുണ്ട്. വെറുതെ ചിരിച്ചാൽ എന്ന് പറഞ്ഞാൽ പോരല്ലോ, ശാസ്ത്രീയ അടിത്തറയുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞാൻ അവിടെ പലരുമായിട്ട് അനുഭവമായിട്ട് പറഞ്ഞത് എല്ലാ ദിവസവും പിന്നെ പോകുമായിരുന്നു. 7 ദിവസത്തേക്ക് അവിടെ 7 ദിവസത്തോടെ പോയി അറ്റൻഡ് ചെയ്തു. കാരണം രാവിലെ പോയിട്ട് തിരിച്ച് പോയിട്ട് പ്രോഗ്രാം ആകുമ്പോഴത്തേനും വന്നാൽ മതി, 10 മണിയാകുമ്പോൾ തിരിച്ചു വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ചെന്ന് പല ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു. പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. ഒരാളെന്നോട് പറഞ്ഞതാണ്, എൻ്റെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യണം, ഹാർട്ട് ബൈപ്പാസ് സർജറി ചെയ്യണം എന്ന് നിർബന്ധിച്ച് ഡോക്ടർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായിട്ട് ഞാൻ ആ ബൈപ്പാസ് സർജറി ചെയ്തിട്ടില്ല. ഞാൻ ഈ ലാഫ്റ്റർ യോഗയ്ക്ക് വരുന്നേ ഉള്ളൂ. ലാഫ്റ്റർ ക്ലബിൽ വന്ന് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നു, ചിരിക്കുന്നു, പോകുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ അനുഭവം. വേറെ നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു, ഡിപ്രഷനായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നു. അതുപോലെ ഒരാൾ ഉറക്കമില്ലായിരുന്നു, ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഉറക്കം വരുന്നില്ല, ഇൻസോമിനിയ. അങ്ങനെ അത് കണ്ടു. അത് എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് ഉറക്കത്തിൽ യാതൊരു പ്രോബ്ലം ഇല്ല. അങ്ങനെ പലരുടെയും അഭിപ്രായങ്ങൾ
അപ്പോൾ അത് വളരെ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യും. അതിനുശേഷമാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അറിയാം ബിസിനസ് ടി വിയിൽ ആർട്ടിക്കിൾ എനിക്ക് കൊടുക്കുന്ന സ്ട്രെസ്സിനെ പറ്റിയായിരുന്നു. അപ്പോൾ സ്ട്രെസ്സിനെ പറ്റി ആർട്ടിക്കിൾ നടത്തുന്ന ബിസിനസ് ടി വിയുടെ എഡിറ്റർ PC മാത്യുവാണ്. അതിനാണ് ഒരു ആർട്ടിക്കിൾ ചിരി മരുന്ന് എന്നാവായിരുന്നു. അപ്പോൾ ആദ്യം കൊടുത്തിരുന്ന പുസ്തകത്തിലും ആ പേരിൽ തന്നെയാണ് അത് ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ അത് കൊടുക്കേണ്ടി വന്നത്. അപ്പം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ കൈ ഒട്ടിപ്പിടിച്ച് പലതരത്തിലുള്ള ചിരിയുണ്ട്. വേറെ ചിരിയൊക്കെ കണ്ടതാണ്. അതുപോലെ ഇരുന്ന് ചിരിക്കാം. ഇപ്പം എല്ലാവർക്കും നിൽക്കാൻ പറ്റത്തില്ലാത്തവരാണ്, പ്രായമുള്ളവരാണ്, ഇന്നും ചിരിക്കുന്നവരുണ്ട്. കൈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല പൊസിഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. നമ്മുടെ റിലേഷൻസിലൊക്കെ ഈ കോമിക് സെഷനകത്ത് ഏതെങ്കിലും ജോക്സൊക്കെ വരുന്നതിനകത്ത് ലാഫ്റ്റർ ഈസ് ദ മെഡിസിൻ അതിന് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ്. ഏറ്റവും നല്ല മരുന്ന് ചിരിയാണെന്നുള്ളതാണ്. ലാഫ്റ്റർ ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്നാണ്. എന്നുവെച്ചാൽ നമുക്ക് ജീവിതത്തിന് കൊണ്ടുവരുന്ന രുചി തരുന്ന ഒരു സംഗതിയായിട്ട്. പിന്നെ ഇത് ഒരു സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. Do you know that your life increases by 5 days if you laugh for 5 minutes a day? 5 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ ചിരിച്ചാൽ 5 ദിവസം നിങ്ങൾക്ക് ആയുസ് കൂട്ടിക്കിട്ടുക അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടത്തിയതാണ്, പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞതല്ല, എന്തൊരു കമ്മാതി കണക്കല്ല. 5 ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പൊട്ടിച്ചിരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം 5 മിനിറ്റ് മാത്രം ചിരിച്ചാൽ മതി. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആരോഗ്യപൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ അതിൻ്റെ ആരോഗ്യം വർദ്ധിച്ച് നമുക്ക് ആയുസ് 5 ദിവസം കിട്ടുന്നു. അപ്പോൾ 5 മിനിറ്റ് കുറേ ഇപ്പോൾ കുറേ 1 മണിക്കൂറൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര ആയുസ് കിട്ടുന്നു കാണാവുന്നതാണ്. Laughter is the best medicine to banish the ills of life. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് ലാഫ്റ്റർ ഉദ്ദേശിക്കാവുന്നതാണ്. നമ്മുടെ എങ്ങനെയാണ് കുട്ടികൾ ജീവിക്കുന്നത് നമുക്കറിയാം. മനസ്സ് ശുദ്ധമാണെങ്കിൽ ചിരി പെട്ടെന്ന് വരുന്നതാണ്. നമ്മുടെ മനസ്സ് സംഘർഷപൂരിതമാണ്, ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും ഇതൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിരിക്കാൻ കഴിയും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചില ആൾക്കാരെ നമ്മുടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചിട്ട് അവർക്ക് ചിരിക്കാൻ ചിരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചിരിച്ചെങ്കിൽ പ്രയോജനം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടം ചെയ്യുന്ന ഡോക്ടറോട് നമ്മൾ പൊളിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ശുദ്ധമായ, അതായത് മനസ്സിൽ എന്തെങ്കിലും സംഘർഷപൂരിതമായ മനസ്സാണെങ്കിൽ ചിരിക്കാൻ പറ്റുന്നത്. പക്ഷേ സംഘർഷം ഒഴിവാക്കാൻ ഏറ്റവും നല്ല ഒറ്റമൂലി എന്ന് പറയുന്നത് ചിരിയാണ്. അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ചിരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കൂടുകയും എന്നുള്ളതാണ്. ഇപ്പം കുട്ടികൾ ചിരിക്കുന്നത് 150 മുതൽ 400 പ്രാവശ്യം വരെ ഒരു ദിവസം ചിരിക്കുന്നതാണ് ഇതിനെ കണക്കെടുക്കുന്നത്. അതേസമയം അഡൽസോ 15 ടൈംസ് ആണ്. 15 ദിവസമാണ് ആവറേജായിട്ട് ഒരു അഡൽറ്റ് ചിരിക്കുന്നത് സാധാരണഗതിയിൽ സംസാരത്തിലാണെങ്കിൽ. അതായത് ഒരു കുട്ടികളെ നിരീക്ഷിച്ചറിയാം, അവരെപ്പോഴും ശിശുക്കളാണെങ്കിൽ പോലും അവർ ചിരിക്കുന്നതായിട്ട് കാണാൻ. അപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിരിക്കുക? A good hearty laugh can reduce health. It's research and stabilize blood pressure. Blood pressure കുറയ്ക്കുന്നു. എലിവേറ്റ് മൂഡ്, നമ്മുടെ മൂഡ് എന്തൊക്കെ ഇവിടെ ഇന്ന് വൈകുന്നേരം ഇവിടെ ചിലപ്പോൾ ചിരിച്ചവർക്കറിയാം വ്യത്യാസം പെട്ടെന്ന് വന്നു. ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ചിരി എന്ന് പറയുന്നത് എന്നാണ്. സ്റ്റിമുലേറ്റ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ. ഇപ്പോൾ നമ്മൾ ഹൗ ടു കീപ് യുവർ ബ്രെയിൻ യങ് എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷൻ ഇത് തന്നെയാണ് ചിരി വരാനുള്ളതാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സപ്ലൈ ലങ്സ് വിത്ത് മോർ ഓക്സിജൻ. നമ്മൾ ചിരിക്കുമ്പോഴും നമ്മുടെ ലങ്സിലേക്ക് കൂടുതൽ ഓക്സിജൻ കൊണ്ടുവരികയാണ്. നമ്മൾ അറിയാതെ കണക്ട് ടു അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കണം. ഗിവ് മോഷൻ ടു ദ എൻ്റയർ ബോഡി ഇഷ്ടമാണ്. നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു മൂവ്മെന്റ് വരുന്നു. അത് എക്സസൈസായിട്ട് മാറുന്നു. നമ്മുടെ വയറിന് പ്രത്യേകിച്ചും അതൊരു എക്സസൈസായിട്ട് മാറും. പിന്നെ ഇത് ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. ഇതിനകത്ത് ഒരു വലിയ ചരിത്രമാണ്. ചുമ്മാ ഇങ്ങനെ ഉണ്ടായി വന്നതല്ല ഇതിൻ്റെ പഠനം.
നോർമൻ കസിൻസ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനാണ്, പേരൊക്കെ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. അദ്ദേഹം ഡോക്ടറെ കണ്ടു. ഒരു നട്ടല് രോഗമാണ്. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ 3 മാസത്തേക്കുള്ളിൽ ജീവിക്കാൻ പോകുന്നില്ല. 3 മാസത്തെ കണ്ടീഷൻ, അത്ര കണ്ടീഷനാണ്, മോശമാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, ഇവരെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആ രോഗത്തിനകത്ത് ട്രീറ്റ്മെൻറ്റ് ഇല്ല ആ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി നിരാശപ്പെട്ട് തിരിച്ചു വരാൻ നിർത്തി. ഡോക്ടർ ചെയ്ത് വേറെ നിങ്ങൾ ആരെ കണ്ടാലും കുഴപ്പമില്ല, ഇങ്ങനെ വേറെ 2 ഡോക്ടർമാരെ കണ്ടു നോക്കിയാൽ വേറെ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റുകളല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തിന് വായിക്കുകയായി. എന്നാൽ ഏതായാലും 3 മാസം ഞാൻ ജീവിക്കുമല്ലോ, അത് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ളൂ, 3 മാസം തന്നെ ജീവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 മാസം അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ വെറുതെ എത്ര ജീവിക്കണം? 3 മാസം ദുഃഖിച്ച് അയ്യോ ഞാൻ നാളെ മരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിയേണ്ടതല്ല. 3 മാസം അടിച്ചു പൊളിച്ചാൽ ജീവിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഈ പൈസ സമ്പാദിച്ചിട്ട് കാര്യമില്ല, പൈസ ഒഴിച്ചു വെച്ചിട്ട് കാര്യമില്ല, ആരും നോക്കിയിട്ട് കാര്യമില്ല, ആരുടെ അഭിപ്രായം അറിയേണ്ട കാര്യമില്ല, ഇല്ലേ? അപ്പം എനിക്ക് സ്വതന്ത്രമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നല്ല രസമുള്ള വ്യൂവർസായിട്ടുള്ള പിക്ചേഴ്സ് കാണാം, പടങ്ങൾ കാണാം. പടങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കുക. അത് പുള്ളി നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഒരു കുറേ പടങ്ങളെ കളക്ട് ചെയ്തു. അവിടുത്തെ ഏറ്റവും നല്ല രസകരമായ വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോ ആണ്. അന്ന് നമ്മൾ വേറെ പ്രൊജക്ടർ കൊണ്ടുവന്ന് പ്രൊജക്ട് ചെയ്ത് കാരണം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് അത് ദിവസവും കാണാൻ പറ്റും. കാരണം വേറെ ഒന്നും ചെയ്യാൻ. അപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അത് ചിരിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പൊട്ടിച്ചിരിച്ച് കഴിയുമ്പോഴത്തേനും വേദനയൊക്കെ കുറഞ്ഞു. ആളുകളുടെയൊക്കെ വേദന കുറഞ്ഞു, വേദന നല്ലതിനൊക്കെ വേദന കുറഞ്ഞു. അപ്പോൾ പുള്ളി കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും കുറഞ്ഞല്ലോ. 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പുള്ളിക്ക് വളരെയധികം കുറവ് പോലെ പുള്ളിക്ക് അനുഭവപ്പെട്ടു. ഏതായാലും ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും, എനിക്കിപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതി, സന്തോഷത്തോടുകൂടി എനിക്ക് ജീവിക്കാം, എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സന്തോഷം മനസ്സിലേക്ക് ഒപ്പം തിരിച്ചു കഴിയുമ്പോൾ മനസ്സിന് ദുഃഖമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഓട്ടം വിചാരിച്ചു. പുള്ളി 3 മാസം കഴിഞ്ഞിട്ട് പുള്ളി മരിച്ചൊന്നുമില്ല. അപ്പോൾ പുള്ളിക്ക് സംശയമായി. പുള്ളി അത് ഡോക്ടർമാരെ 3 മാസം പറഞ്ഞല്ലോ, അപ്പോൾ അന്നേരം ചോദിക്കാൻ പോയില്ല. 3 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു പുള്ളിയുടെ പഴയ കണ്ടീഷനൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ പുള്ളി പോയി. പുള്ളി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഞാൻ 3 മാസം ജീവിച്ചിരിക്കുള്ളൂ, ഇപ്പം എന്നെ നോക്കാൻ പറ്റും, പരിശോധിച്ച് നോക്കിയിട്ട് എങ്ങനെ ഇനിയിപ്പോൾ രോഗം ഉണ്ടെന്ന് പറയാൻ പറ്റും. നോക്കി കഴിയുമ്പോൾ ഡോക്ടർ അന്തപ്പെട്ടു പോയി, അതിശയിച്ചു പോയി. കാരണം പുള്ളി പരിശോധിച്ച് കഴിഞ്ഞാൽ രോഗം കൊടുക്കാതെ ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു മരുന്നും അങ്ങനെ കഴിക്കുന്നില്ല. ഈ ചിരി മാത്രം, അതായത് ഈ പടം കണ്ട് പൊട്ടിച്ചിരിക്കുക എന്നുള്ള ആ ഒറ്റ പ്രതിവിധി മാത്രം. ഞാൻ വൈറ്റമിൻ സി ഒക്കെ കൂടെ കഴിച്ചതാണ്. ഇത് അദ്ദേഹത്തിന് വലിയൊരു അനുഭവമല്ല. അത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായിട്ട് ഭേദമായി. അത് മെഡിക്കൽ ഡോക്ടർമാർക്ക് വലിയ അതിശയമായി പോയി. ഇതെല്ലാം റെക്കോർഡുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വന്ന് അമേരിക്കൻ മെഡിക്കൽ ജേർണലിൽ എഴുതി. വളരെ ഫേമസ് ആയിട്ട് ഡോക്ടർ അമേരിക്കൻ മെഡിക്കൽ ജേർണൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചുമ്മാ ഇല്ലാതെ തെളിവുകളൊന്നും ഇല്ലാതെ പ്രസിദ്ധീകരിക്കില്ല. ലാഫ്റ്റർ ദ ബെസ്റ്റ് മെഡിസിൻ, എങ്ങനെയാണ് പുള്ളിയുടെ രോഗം ഭേദമായത് എന്ന സംഭവം കൂടി അത് കൂട്ടി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതോടുകൂടിയാണ് രോഗം മുഴുവൻ അറിയാൻ കഴിയും. ഇങ്ങനെ പെട്ടെന്ന് അത്ഭുതകരമായ ഒരു ഹീലിംഗ് ചിരി മൂലം നടന്നിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ രോഗം മുഴുവൻ അറിയും. കാരണം അമേരിക്കൻ മെഡിക്കൽ ജേർണലിൽ ലേഖനം ചെയ്യാനുള്ള ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനമാണ്. ചുമ്മാ എന്തെങ്കിലും കമ്പനി കെട്ടുകയോ തെളിവുകളോ ഇല്ലാത്ത പല ഡോക്ടർമാരെ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇദ്ദേഹത്തെ ആദ്യത്തെ പരിശോധിച്ച എക്സ്റേ ഉണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ക്യൂർ ആയതിനു ശേഷം മരുന്നുകൾ കഴിച്ചിട്ടില്ല. അപ്പം മിറാക്കുലസ് ഹീലിംഗ് ഉണ്ടായിരുന്നതാണ്. അപ്പം അങ്ങനെ അത്ഭുതകരമായ ഒരു ഹീലിംഗിന് പ്രാപ്തിയുള്ള ഒരു ടെക്നിക്കാണ് ലാഫ്റ്റർ എന്നുള്ളത്. അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല, അദ്ദേഹത്തിന് പുസ്തകം എഴുതി, ഈ മെഡിക്കൽ ജേർണലിൽ പബ്ലിഷ് ചെയ്തു. അത് കൂടാതെ തന്നെ അനാറ്റമി ഓഫ് ഇൽനെസ്, ആ പുസ്തകത്തിൻ്റെ പേര് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ കണ്ടന്റ് കിട്ടും. ഒരുപാട് ദ അനാറ്റമി ഓഫ് ഇൽനെസ് പോവാണ് നോർമൻ കസിൻസിന്റെ ബുക്കിന്റെ പേരാണ്. ആ ബുക്ക് വളരെ ലോകപ്രശസ്തമാണ്. അദ്ദേഹം എങ്ങനെയാണ് പോസിറ്റീവ് ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും അതുപോലെ ചിരി കൊണ്ടും ഒരു മനസ്സിനെ സന്തോഷമായിട്ട് നിർത്തിയാറുള്ള രീതി കൊണ്ടുമൊക്കെ എങ്ങനെ ഒരു രോഗം ഭേദമാക്കാം, എങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള അനുഭവ സാക്ഷ്യമായിരുന്നു ഇത്, ഈ പുസ്തകം. ദ അനാറ്റമി ഓഫ് ഇൽനെസ്. അനാറ്റമി എന്ന് പറയുന്നത് അതായത് രോഗത്തിന്റെ
ശരീരശാസ്ത്രം, അനാറ്റമിയുടെ ശരീരശാസ്ത്രം, രോഗത്തിൻ്റെ ശരീരശാസ്ത്രമാണ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വളരെ വലിയ എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒത്തിരി ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഈ ഡോക്ടർമാരെ മുഴുവൻ കടന്നു വരുന്നത്. ഇങ്ങനെ ഇതിനെ പട്ടം ചെയ്യാൻ പറ്റിയാൽ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വട്ടാന്ന് പറയും. കാരണം അങ്ങനെ ഒരു അനുഭവത്തിന് ആവശ്യമില്ലല്ലോ, ചിരിക്കണേ റിസർച്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു അനുഭവം കണ്ടപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാം, രോഗികൾ പരീക്ഷിച്ച് നോക്കി. അങ്ങനെ പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫലം കണ്ടു. അത് ഏതൊക്കെ ഭാഗങ്ങളെയാണ്, ബ്രെയിൻ ഏത് കോശങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് വരെ അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തി. അങ്ങനെ ആ നാട്ടിൽ ലാപ്ടോപ്പ് തെറാപ്പി എസ്റ്റാബ്ലിഷ് ചെയ്തു. അമേരിക്കൻ മെഡിക്കൽ ജേർണൽ എഴുതി അദ്ദേഹത്തിൻ്റെ ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അത് എവിടെ ക്ലാസ്സൊക്കെ എടുക്കാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അതിങ്ങനെ കാണിക്കാറുണ്ട്. കാരണം എന്ന് കഴിഞ്ഞാൽ അതൊരു നമ്മൾ പറഞ്ഞ ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് അമേരിക്കൻ മെഡിക്കൽ ജേർണൽ അതിൻ്റെ കോപ്പി എടുത്തൊന്നും പോകാറുണ്ട് ആളുകൾ. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് അവസാനം ലാസ്റ്റ് സെഷനോടുകൂടി നിർത്തുവാണെങ്കിൽ അത് അടിപൊളിയായിട്ട് നിർത്താൻ പറ്റും, എല്ലാവർക്കും സന്തോഷമായിരിക്കും. അങ്ങനെ നിർത്തി കഴിയുമ്പോൾ ഇതിനൊരു അതോറിറ്റി വേണം. ഇതുപോലെ പ്രൊഫഷൻ കാണിക്കാവുന്ന സൗകര്യമൊന്നും കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ വളരെ പ്രയോജനപ്രദമായ ഒരു സംഗതിയാണ്, ഒരു തെറാപ്പിയാണ് ലാപ്ടോപ്പ് തെറാപ്പി എന്ന ലോകത്തെ കാണിച്ചു കൊടുത്ത നോർമൻ കസിൻസ് ആണ്. അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ലാപ്ടോപ്പ് തെറാപ്പിയുടെ പിതാവെന്ന് വിളിക്കപ്പെട്ടത്. അദ്ദേഹം ഡോക്ടറല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല എഴുത്തുകാരനാണ്. അപ്പം അത് കഴിഞ്ഞ ശേഷം റിസർച്ച് കണ്ടെത്തിയാണ് എന്തൊക്കെയാണ് ഈ തിരിവുകൾ സംഭവിക്കുന്നത്. ലാപ്ടോപ്പ് തെറാപ്പി ഏതൊക്കെ മേഖലകളിലാണ് ഡിപ്രഷൻ, അതായത് എന്താ പറയുക, ഭയങ്കര ഡിപ്രഷനാണെന്ന് പറയും. എനിക്ക് ഭയങ്കരമായ വിഷാദ രോഗമാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് വിഷാദ രോഗങ്ങളുണ്ട്. അതൊക്കെ കാരണങ്ങളാണ്. ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കും, ചിലപ്പോൾ എൻഡോക്രൈൻ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ തൈറോയിഡ് പ്രശ്നമായിരിക്കും, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഡിപ്രഷൻ ഉള്ളവർക്ക് ഈ ലാപ്ടോപ്പ് തെറാപ്പി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആദ്യം എഴുതിയത്. ഡിപ്രഷൻ പെട്ടെന്ന് മായാനായിട്ട് ഇപ്പം നമ്മളുടെ സർവദേശാസ്ത്രം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമമാണെങ്കിൽ അത് പെട്ടെന്ന് സൂത്രീകരിക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ് ഈ ലാപ്ടോപ്പ് തെറാപ്പി. ലാപ്ടോപ്പ് യോഗ, ആൻസൈറ്റി, ഒരു പ്രസന്റേഷൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥ ആൻസൈറ്റി ഉണ്ടാവും. ആ ആൻസൈറ്റി മാറ്റാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് കുട്ടിക്ക്. അതിന് പല തരത്തിലുള്ള രീതികളുണ്ട്. അത് തന്നെത്താനെ ചിന്തിക്കാവുന്ന രീതികളുണ്ട്. പറയാം ടെൻഷൻ, സ്ട്രെസ് മാനേജ്മെന്റ് ഏറ്റവും നല്ല ഒരു ഒറ്റമൂലി എന്ന് പറയാവുന്നതാണ് സ്ട്രെസ് മാനേജ്മെന്റിന്. വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ഫലപ്രദമായ, ചെലവില്ലാത്ത, വലിയ സമയം വേണ്ടാത്ത, വലിയ പണച്ചെലവില്ലാത്ത ഒരു പരിപാടിയാണ്, ഒരു ഷോർട്ട് കട്ടാണ്. അത് നമ്മൾ അംഗീകരിച്ച് വയ്ക്കണം. സ്ലീപ്ലെസ്നെസ്, മൈഗ്രെയിൻ, ഇത് നമ്മൾ റിസർച്ച് മൈഗ്രെയിൻ ധരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആസ്മ, ഏതൊക്കെ രോഗങ്ങൾക്കാണ് ആസ്മയ്ക്ക് സൈക്കോസോമാറ്റിക് ആണെന്നാണ് പറയുന്നത് കൂടുതലും. അപ്പോൾ അത് മാറ്റുന്നതിന് ഇത് ലാപ്ടോപ്പ് തെറാപ്പി അല്ലെങ്കിൽ ലാപ്ടോപ്പ് സെഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രോങ്കൈറ്റിസ്, പെപ്റ്റിക് അൾസർ, വയറിനുണ്ടാകുന്ന അൾസർ, ഹൈപ്പർ ടെൻഷൻ, സൂയിസൈഡൽ ടെൻഡൻസീസ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത് നമ്മൾ സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് നിർബന്ധമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലാപ്ടോപ്പ് യോഗ. കാരണം ഇവിടെ ഒത്തിരി ക്ലാസ്സുകൾ സൂയിസൈഡ് പ്രിവെൻഷൻ കുട്ടികൾക്കൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എടുക്കുന്ന സ്ഥലത്ത് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് സെഷനോ ലാപ്ടോപ്പ് തെറാപ്പിയെ പറ്റിയുള്ള ഒരു ക്ലാസ്സോ ഒന്നുമില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ എക്സിറ്റ് ബോർഡിൽ ഇങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ട്രെയിനറാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ലാപ്ടോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് വന്നതിന് ശേഷം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ കത്ത് കൊടുത്തിട്ട് അത് ജീവനിയുടെ വിമൻ റിസോഴ്സ് മാനേജ്മെന്റ് ജീവനിയുടെ എന്നോട് വിളിച്ചിട്ട് പ്രസന്റേഷൻ നടത്താൻ പറ്റും. അങ്ങനെ സിലബസിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ തിരുവനന്തപുരത്ത് പോയി ഞാനൊരു പ്രസന്റേഷൻ നടത്തി. അന്ന് ചീഫ് എഞ്ചിനീയർ, അവിടുത്തെ എഞ്ചിനീയേഴ്സ്, അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാവരും വന്നിരുന്നു ഹ്യൂമൻ റിസോഴ്സ് സെല്ലിൻ്റെ ഭാഗമായിട്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സിലെല്ലാം ഈ ലാപ്ടോപ്പ് തെറാപ്പി ഇൻക്ലൂഡ് ചെയ്യുകയും അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇബ്രാഹിമൊക്കെ പറയുവാനെന്നാണ്
with the fearful strain that is on me night and day. I did not laugh, I should die. ഈ എനിക്ക് സംഘർഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പോകും, ഞാൻ മരിച്ചു പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പലപ്പോഴും. Laugh and the whole world, നമ്മൾ കേട്ടുള്ള ഒരു പ്രദേശമാണ്. Laugh and the whole world laughs with you, weep and weep alone. നമ്മൾ കരയും ചിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കാനുണ്ടാവും, കരയുമ്പോൾ നമ്മൾ അതിനെ എന്നൊരു വാണി മാത്രം. പിന്നെ അതിൻ്റെ റിസർച്ച് ഫൈൻഡിങ് റിസർച്ച് ചെയ്തത് പ്രധാനപ്പെട്ട ചില ആളുകളുടെ ഫൈൻഡിങ്സാണ് ഞാൻ പഠിച്ചത്. ഡോക്ടർ എൽ.എസ്. ബക്ക് ഓഫ് ലോമാ ലിംഗ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് കാലിഫോർണിയയിൽ ഒരു ഡോക്ടർ പഠിച്ചത് നോർമൽ അനുഭവം കേട്ടതിന് ശേഷമാണ്. ഹാസ് ഡിസ്കവേർഡ് ദ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് ലാഫ്റ്റർ. അദ്ദേഹം പല പഠനങ്ങൾ നടത്തിയിട്ട് ഏതൊക്കെ സിസ്റ്റത്തിലാണ് ഈ ലാഫ്റ്റർ സിസ്റ്റത്തെയാണ് ലാഫ്റ്റർ ബാധിക്കുന്നതെന്ന് കണ്ടത്. ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ചിരിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടാണ് പഠനം ചെയ്തത്. ഓട്ടോണമസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഏതാണ്? ഇമ്മ്യൂൺ സിസ്റ്റം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുന്ന നെർവസ് സിസ്റ്റത്തെ സ്വാധീനിക്കുന്നതിന് ഈ ഡാക്ടറിന് കഴിയുന്നതാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് മെയിൻ നമ്മുടെ ട്രെയിനുകൊണ്ട് വരുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ ചിരി എന്നുള്ളതാണ് ഡാക്ടർ. സർക്കുലേറ്ററി സിസ്റ്റം നമുക്കറിയാം. നമ്മൾ ഒത്തിരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാക്സിമം ഒത്തിരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലും ബ്രെയിനിലും എല്ലാം ഈ സർക്കുലേഷൻ കൂടി നമുക്ക് അനുഭവപ്പെട്ട കാര്യം കൂടിയിരിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം നമുക്ക് എല്ലാ ഗ്ലാൻഡുകളെയും എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമുക്ക് തൈറോയിഡ് അങ്ങനെ ഡയബറ്റിക് സിസ്റ്റം വരുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിൽ തകരാറുണ്ട്. അപ്പോൾ അതിനെ സ്വാധീനിക്കാൻ, അതിൻ്റെ ഹെൽത്ത് വർദ്ധിപ്പിക്കാനായിട്ട്, അതിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ രാസതെറാപ്പിയാണ് എന്നുള്ളതാണ്. മസ്കുലാർ സിസ്റ്റം, മസിലുകൾക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാക്സിമം തീർച്ചയായിട്ടും വരുന്നതാണ്. പിന്നെ വേറൊരു ശാസ്ത്രജ്ഞൻ വില്യം ഫ്രൈഡ്, സൈക്യാട്രിസ്റ്റ് ഓഫ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ conducted research and published it. അദ്ദേഹം വളരെ വിശദമായിട്ട് റിസർച്ച് നടത്തി. അതിനുശേഷം അതിൻ്റെ റിസർച്ച് ഫൈൻഡിങ്ങുകളും ഹ്യൂമർ ആൻഡ് ഏജിങ്, അതിൻ്റെ പേരാണ് ഹ്യൂമർ ആൻഡ് ഏജിങ്. മസിൽസ്, അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ്. മസിൽസ് ഓൾ ഓവർ ദ ബോഡി പാർട്ടിസിപ്പേറ്റ് ഇൻ ലാഫിംഗ്. നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും മസിലുകളും ഇതിനകത്ത് ഒരു പൊട്ടിച്ചിരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. എസ്റ്റിമേറ്റ് 20 seconds of heartbeat laughing. അതായത് നമ്മുടെ ഹൃദയം തുറന്ന് 20 സെക്കൻഡ് പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ 3 മിനിറ്റ് നമ്മൾ ബോട്ട് തുഴയുന്ന, നമ്മുടെ കൈകൊണ്ട് തുഴയുന്ന ബോട്ട് തുഴയുന്ന എക്സസൈസ് കിട്ടുന്നു. അത് അങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെ രണ്ടും ചെയ്ത് നോക്കിയാൽ സെയിം എമൗണ്ട് ഓഫ് എനർജി എക്സസൈസ് കിട്ടി. അതിൻ്റെ എനർജി സ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. 100 belly laugh എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ചിരിച്ചു കഴിയുമ്പോൾ അത് 100 belly laugh ഈക്വൽ ടു 10 minutes ഓഫ് റോയിങ്. 10 മിനിറ്റ് കഴിയുന്നതിൻ്റെ എഫക്റ്റ് 3 പ്രാവശ്യം പൊട്ടിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് അല്ല. വലിയ വേറെത്തേക്ക് പറയുന്നത് ചിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ചിരിക്കുന്ന ഓരോ ചിരിക്കും, അതായത് 100 പ്രാവശ്യം ചിരിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് നിങ്ങൾ ചിരിക്കാൻ 10 മിനിറ്റ് കണ്ടത്. 100 belly laugh കൂടി വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് പിന്നെ ഇതിന് ശേഷം ഭയങ്കരമായ ഡെവലപ്മെന്റ്സ് മേഖലയിലുണ്ട്. അതിലൊന്നാണ് ക്ലൗഡ് തെറാപ്പി. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ പട്ടത്തിലൊക്കെ വിദൂഷകർ വന്ന പട്ടത്തിലൊക്കെ അവരെ ചിരിപ്പിക്കുന്നു.
നമ്മൾ സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ വിദൂഷകർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദൂഷകരെ ചട്ടം കെട്ടിയാൽ ട്രെയിനിങ് കൊടുത്തിട്ട് ആശുപത്രികളിലേക്ക് അയക്കും. ആശുപത്രികളിൽ ക്യാൻസറായിട്ടും രോഗമായിട്ടും ഭാവിയിൽ അത് പ്രതീക്ഷയില്ലാതെ ആളുകൾ അയച്ചുകൊണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ആ രോഗികളെ കണക്ട് ചെയ്ത് ഈ ട്രാവൽ തെറാപ്പി അവർക്ക് ഉദ്ദേശിച്ചിട്ട് പുറത്തുനിന്ന് ഉദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അവരെ ചിന്തിപ്പിക്കും, അവരെ സന്തോഷിപ്പിക്കും, അവരെ അന്വേഷിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതിന് കഴിയുമ്പോൾ തന്നെ പറയുന്നത് മെഡിക്കൽ ട്രാവലിംഗ് ഈസ് എ ഫാൻസിറ്റി അറ്റ് ഹോസ്പിറ്റൽ. നമ്മൾ ഓപ്പറേഷൻ പോകുന്നു, ഓപ്പറേഷൻ നാളെ ഓപ്പറേഷൻ എൻ്റെ ഭാര്യ അനിഷ്ടം, നാളെ ഞാൻ കാണും, ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരൂ എന്നൊക്കെ ഭയപ്പെട്ട് ഇരിക്കുന്ന സമയം, ആ സമയത്ത് എനിക്കൊരു മരുന്ന് കൊടുത്ത് സ്വസ്ഥമായിട്ടാണ്. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം മരുന്നിൻ്റെ പാടക്കെട്ടുണ്ടോ അത് വരാതിരിക്കാൻ വേണ്ടി മെഡിക്കൽ ക്ലാസ്സിൽ ആനുശേഷിയിലേക്ക് ഹോസ്പിറ്റൽ. ഇങ്ങനെ ആനുശേഷിയോടുകൂടി കിടക്കുന്ന രോഗികൾക്ക് അത് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മെഡിക്കൽ ക്ലാസ്. The clouds say is an art that breaks language barriers and is a serious business. ഒരു ഭാഷ ഈ ക്ലൗഡ്സ് എന്ന് ചിന്തിക്കാൻ പറ്റും, പക്ഷെ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിക്കൽ ക്ലൗഡ്സ് ആർ എ കോമൺ ഫീച്ചർ ഇൻ ദ ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ദ എൽഡർലി ഹോംസ്. പിന്നെ പ്രായമായവർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, വയോജകർ താമസിക്കുന്ന വൃദ്ധമന്ദിരങ്ങളുണ്ട്. വൃദ്ധമന്ദിരങ്ങളിലും ഈ ക്ലൗഡ്സിനെ വിട്ട് അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. കാരണം അങ്ങനെ ക്ലൗഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ ഫ്രാൻസിലൊക്കെ നമുക്ക് കയറില്ല, ഫോൺ നമ്പർ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർവീസിന് പൈസ കൊടുത്താറുണ്ട്. അങ്ങനെ ഹയേഡ് ക്ലൗഡ്സ് ഉണ്ട്. ഈ ഹയേഡ് ക്ലൗഡ്സ് വിദൂഷകർ വന്ന് ഈ രോഗികളെ സന്തോഷിപ്പിക്കും, ചിന്തിപ്പിക്കും, അവർക്ക് രോഗശാന്തി അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കാൻ കഴിയുന്നതാണ്. ഡോക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻ ഇന്ത്യ ആർ സ്റ്റിൽ largely unaware of the benefits of the clouding therapy. ഇന്ത്യയിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല, ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കാണാൻ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം അത് അത്രയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു പഠനമാക്കുന്നത് ക്ലൗഡ് അതിൻ്റെ വീഡിയോസ് കൊടുത്തു. അപ്പോൾ ക്ലൗഡ്സ് വന്നു, അയാളെ വളരെ സന്തോഷത്തോടുകൂടി അതേ സ്ഥിരത ചിന്തിക്കുന്നു നോക്കി പ്രായമുള്ള വളരെ വൈകി കാണാനുള്ള അദ്ദേഹത്തെ ചിന്തിക്കുന്നു, അദ്ദേഹത്തിന് നൽകുന്ന അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രാത്രി തെറാപ്പിയുടെ ഗുണങ്ങളുണ്ടാകും. അത് നമുക്ക് നോക്കും. ഇനി വേറെ 4 birds in a single shot എന്നാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെടിക്ക് 2 പക്ഷികൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഒറ്റ വെടിക്ക് 2 പക്ഷിയാണ്. അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒറ്റ വെടിക്ക് ഒരു ചിരി കൊണ്ട് നിൽക്കുന്ന കാര്യം 4 birds in a single shot. ഒരു വെടിക്ക് 4 പക്ഷിയാണ് വീഴാൻ പോകുന്നത്. അപ്പം അങ്ങനെ അത്ര എഫക്റ്റീവായിട്ട് സംഗീതം കാണിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത്. Gives enough exercise to the whole body including internal muscles and organs. നമ്മുടെ ഇന്റേണൽ ഓർഗൻസും മസിൽസും എക്സസൈസ് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് രാത്രി ചിരിയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗമാണ്. അപ്പോൾ ഇന്റേണൽ മസിൽസിന് മാത്രമല്ല പുറമേയുള്ള മസിൽസിനും എക്സസൈസ് കിട്ടുന്നുള്ള കാര്യം കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള എക്സസൈസിൻ്റെ ഗുണം അതുകൊണ്ട് രാത്രി കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ടാകും. സഡൻ റിലാക്സേഷൻ ടു എ ടെൻസ് മൈൻഡ്. നമ്മൾ വളരെ ടെൻസായിട്ടിരിക്കുന്ന മനസ്സിന് ഒരു പെട്ടെന്നുള്ള റിലാക്സേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് ആ റിലാക്സേഷൻ കിട്ടുന്നത് വേറെ ഒരു സംഗതിയില്ല. മരുന്ന് കഴിച്ചാൽ പോലും പെട്ടെന്ന് റിലാക്സേഷൻ കിട്ടുന്നത്. ഗിവ്സ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അതെങ്ങനെയാണ് പറയുന്നത്? സ്പിരിച്വൽ എക്സ്പീരിയൻസ് അതായത് നമ്മൾ ചിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി പഠനം നടത്തിയിരിക്കുന്ന ബ്രെയിനിൻ്റെ ഒക്കെ വായിച്ച് പറഞ്ഞു. ചിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, വേറെ യാതൊരു ചിന്തയും കാണില്ല. നമ്മൾ അതിന് പൂർണ്ണമായിട്ട് ചിരി ഒഴുകുന്നു അല്ലേ? നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യവും നമ്മുടെ ചിന്തയില്ല, വേറെ ഒരു ദുഃഖവും നമുക്കില്ല, വേറെ ഒരു മോശം ഓർമ്മകളും നമ്മൾ തേടിയിട്ടില്ല. അപ്പം നമുക്ക്
എല്ലാം ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കുമ്പോൾ നമ്മൾ ആ ചിരി മാത്രം മുഴുവൻ നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ ചിരിയിലാണ്. അപ്പോൾ അന്നേരം നമ്മുടെ മൈൻഡ് വളരെ കോൺസെൻട്രേറ്റഡ് ആകും. അത് മെഡിറ്റേഷൻ്റെ ഒരു എഫക്റ്റാണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ട്രാൻക്വിലിറ്റി സ്റ്റേജ് വരുന്നത്. എല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ ഒരു സ്പിരിച്വൽ, അതായത് ഇൻസ്റ്റൻറ്റ് മെഡിറ്റേഷൻ അതിനെ പറ്റിയിട്ടുണ്ട്. ഡാക്ടറിനെ പറ്റിയിട്ടുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നു, പെട്ടെന്ന് റിലാക്സേഷൻ കിട്ടുന്നു, ഒരു ബ്ലാക്ക് മൈൻഡ് ഉണ്ടാകുന്നു, ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ എഫക്റ്റ് ബ്രെയിനിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകും. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്ത് ലാപ്ടോപ്പ് മെഡിറ്റേഷൻ സെയിം എഫക്റ്റ് ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണ്. ഇപ്പം 3 പക്ഷികളുണ്ട് ഒരു വ്യക്തി. ലാപ്ടോപ്പ് ബ്രേക്സ് പീപ്പിൾ ടുഗദർ. നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അത്രയും ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അടുപ്പിക്കുന്ന, അവരുടെ സ്നേഹബന്ധം വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ലാപ്ടോപ്പ് ബ്രേക്സ് പീപ്പിൾ ടുഗദർ ആൻഡ് സ്ട്രെങ്തൻസ് റിലേഷൻഷിപ്പ്. അത് വളരെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഈ ലാപ്ടോപ്പിൽ പോയി വരുന്നവരുടെ അവർ ഭയങ്കര ഇതാണ് നമ്മൾ പറയാറുണ്ട്. ഇത് വെള്ളം പിടിക്കാൻ കൂടുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും പറഞ്ഞത്. വെള്ളം എന്നൊരു പ്രധാന കാരണം വെള്ളം കഴിക്കുന്നതിൻ്റെ ഇതുകൊണ്ട് മാത്രമായിരിക്കില്ല. അവിടെ ഒത്തിരി ചിരി പൊട്ടിച്ചിരി കഴിവും തമാശകളൊക്കെ പറയുന്നതുകൊണ്ട് ഇവിടെ കൂടി ആയിരിക്കും ആ ഇൻറ്റിമസി വർദ്ധിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഇൻറ്റിമസി വർദ്ധിക്കുന്നതിനേക്കാളും നമ്മൾ ലാഫ്റ്റർ ബ്രിങ്സ് സോഷ്യൽ ചേഞ്ചസ് ആണ്. ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, സ്നേഹബന്ധം വർദ്ധിക്കുന്നു, ആളുകൾ സന്തോഷമാകുന്നു. പിന്നെ അതിനൊരു പുഞ്ചിരിയുടെ കാര്യമൊക്കെ പറഞ്ഞു. പുഞ്ചിരി എന്ന് പറയുന്നത് ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പുഞ്ചിരി നമുക്ക് എന്തെല്ലാമാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒരാളെ നോക്കി പുഞ്ചിരിച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിൽ സന്തോഷം. ഈ പുഞ്ചിരി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എന്നാണ്. നമ്മുടെ മനസ്സിൽ സന്തോഷം, അയാൾ തിരിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലവാണ്, സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പുഞ്ചിരി. അപ്പോൾ ഈ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സ്നേഹം ആരംഭിക്കുന്നതിൻ്റെ പുഞ്ചിരിയിൽ നിന്ന്, പല പ്രേമങ്ങൾ ആരംഭിക്കുമ്പോൾ ഉള്ളത് പുഞ്ചിരിയിൽ നിന്നാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പുഞ്ചിരിക്ക് പോലും അതിൻ്റെതായ വാല്യുണ്ട്, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, വരുമ്പോൾ നമ്മുടെ റിസർച്ച് വരുമ്പോൾ ആദ്യം സ്വീകാരം ചെയ്യണം, പുഞ്ചിരിയോട് സ്വീകാരം ചെയ്യണം. അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ ലാഫ്റ്റർ എങ്ങനെ ഓരോരുത്തർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചില ഒന്നിട്ട് സംഭവങ്ങൾ ഞാൻ പറയാം. അതായത് തോമസ് ആൽവ എഡിസൺ ലോകം അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം ശാസ്ത്രജ്ഞനാണ്. തോമസ് ആൽവയുടെ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന് പരീക്ഷണശാല ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഈ പരീക്ഷണശാലയിൽ ഉള്ള പരീക്ഷണങ്ങൾക്ക് കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിച്ചിരുന്നത്. അതിനാൽ അദ്ദേഹത്തെ കുറെ കെമിക്കൽ സൂത്രങ്ങൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ പരീക്ഷണശാലയ്ക്ക് തീ പിടിച്ചു. കാരണം കെമിക്കൽസൊക്കെ പല തരത്തിലുള്ള കെമിക്കൽസൊക്കെ ഉണ്ട്. അതിനൊക്കെ തീ പിടിക്കുന്ന കെമിക്കൽസൊക്കെ അതിനൊക്കെ തീ പിടിച്ചാൽ ഭയങ്കര കഴിവരുന്നവരുടെ ഒക്കെ നടക്കുന്നെങ്കിലും ആകാശത്തേക്ക് പോകില്ല, തീച്ചൊക്കെ പോകില്ല എന്ന് പറയുന്ന പോലെ അത് ആകാശത്തേക്ക് പൊട്ടിത്തെറിക്കാതെ ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. അപ്പം എഴുസരിച്ച് കണ്ടിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കും. ഏതായാലും ആ സമയത്ത് അങ്ങനെ തോന്നി. അന്നേരം അപ്പോൾ അപ്പൻ വട്ടി പിടിച്ചു നോക്കാൻ മക്കൾ ഇറങ്ങി. എഴുസൻ ഒരു മകൻ ഇറങ്ങി അപ്പനെന്ന് അറിയിക്കുന്നത് കുഴപ്പമില്ല, നമുക്ക് വേറെ പരീക്ഷണാലെ കെട്ടാറുണ്ട്. അന്ന് ഇൻഷുറൻസുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എടാ എനിക്ക് പത്രം കിട്ടിയിട്ടില്ല, നീ വിഷമിക്കൊന്നുമില്ല, എനിക്ക് മാനസികാസ്വാസ്ഥയൊന്നും പറ്റിയിട്ടില്ല, അത് കത്തിപ്പോയി, നീ പതിനെട്ട് നമ്മൾ പിടിച്ചാലും കിട്ടത്തില്ല. അപ്പം നീ മനോഹരമായ കാഴ്ച കാണും. ഈ കാഴ്ച കണ്ടിട്ട് പൊട്ടിച്ചിരിക്കും. എങ്കിൽ മാത്രമേ നിനക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ നഷ്ടം നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ. കാരണം അത് ഏതായാലും നഷ്ടപ്പെട്ടു പോയി, അത് പറഞ്ഞതിന് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല വേറെ സ്ഥലത്ത്. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുക. നീ അമ്മേനെ വിളിക്കാൻ പറ്റും. ഇത് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ച് അവരെല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചെന്നാണ്. പക്ഷേ ഒരു ഗുണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ നഷ്ടത്തിൻ്റെ ആഘാതം പുള്ളിയുടെ മനസ്സിലേക്ക് കാണുന്നില്ല. അത് അതിജീവിക്കാൻ അതിൻ്റെ സ്ട്രെസ്സോ അതിൻ്റെ ഡിപ്രഷനോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും അത് കെട്ടിപ്പിടിച്ചു. അത് വേറെ കാര്യം. അത് വീണ്ടും പരീക്ഷണം നടത്തി കണ്ടുപിടുത്തങ്ങൾ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അത് പലർക്കും നമ്മൾ പലപ്പോഴും ഈ ചിരി കൊണ്ടും പൊട്ടിച്ചിരി കൊണ്ടും ഒത്തിരി സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈ
സോക്രട്ടീസിനെ പറ്റി ഒരു കഥ. സോക്രട്ടീസ് ഭാര്യയായിട്ടുള്ള ഭാര്യ, സോക്രട്ടീസിന്റെ ഭാര്യ ഭയങ്കര എപ്പോഴും ന്യായീകരിക്കുന്ന സ്ഥിതിയായിരുന്നു. എപ്പോഴും ശരീരമായിക്കൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം, സോക്രട്ടീസ് ശരീരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇവർ വന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടായി വന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഒന്നും പിടിയില്ല. പുള്ളി തിരിച്ചോട്ട് വളരെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് വെള്ളമാവും തലയെ വെച്ചു. ഒരുപാട് വെള്ളം കൊണ്ട് തലയിൽ വെച്ചു. അന്നേരം സോക്രട്ടീസ് കുത്തി തിരിച്ചോട്ട് പറഞ്ഞു, ഈ ഇടിമുഴക്കം കേട്ടപ്പെല്ലാം തീരുമാനിച്ചു മഴ പെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുന്നു പറഞ്ഞാൽ ആ വർഷം അത് കേട്ടിട്ട് ഭാര്യ പോയി പൊട്ടിച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞത് അതൊരു ഉദാഹരണമാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് പല കാര്യങ്ങളും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും, ആളുകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് ഇടയ്ക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ചിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്? പിന്നെ നമ്മൾ നാൽപ്പത്തൊക്കെ പോയാൽ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ മാത്രം പോയാൽ പോരാ എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. വാച്ചിങ് എ ഫണ്ണി മൂവി, TV ഷോ ഓർ യൂട്യൂബ് വീഡിയോ. കാരണം ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ പല കോമിക് അല്ലെങ്കിൽ യൂണിവേഴ്സ് വീഡിയോസൊക്കെ മിസ്റ്റർ ബീൻസിൻ്റെ വീഡിയോസൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചിരിക്കുന്നതാണ്. മിസ്റ്റർ ബീൻസിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ. ഭയങ്കര നല്ല രസമാണ്. അത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. അത് ആരോട് പറയാൻ എന്താ പറയാതെ തന്നെ ഞാനത് പലപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ബീൻസിൻ്റെ ഇത് ചിരിക്കാൻ മടിയുള്ള ആൾക്കാരുടെ ക്ലാസ്സിലൊക്കെ മിസ്റ്റർ ബീൻസിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ TV-യിലൊക്കെ സിനിമകളുണ്ട്, നല്ല ഒന്നാമത്തെ സിനിമകളുണ്ട്. ചിരിക്കാൻ എപ്പോഴും തിയേറ്ററിൽ എപ്പോഴും ചിരി മുഴങ്ങുന്ന സിനിമകളുണ്ട്. അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടി പോകുക. അതുപോലെ TV ഷോസ് ഉണ്ട് ഇങ്ങോട്ടായിട്ട്. പിന്നെ വണ്ടി പോയി പുറമെ പലപ്പോഴും നമ്മുടെ ചാനൽസ് ഉണ്ട്. സൂര്യ കോമഡി എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ നോക്കാറുണ്ട്. സൂര്യ കോമഡി ചില ചാനലുകളൊക്കെ ഓരോരുത്തരോട് അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ പോറാണ്. അതേസമയം നമ്മുടെ സിനിമയുടെ ക്ലിപ്സ് ഏറ്റവും രസകരമായ ഏറ്റവും ചിരിക്കാൻ കഴിയുന്ന ക്ലിപ്സ് അവതരിപ്പിക്കുന്നതാണ് സൂര്യ കോമഡി എന്ന് പറയുന്നത്. സൂര്യ കോമഡി എല്ലാ ദിവസവും എപ്പോഴും എന്തെങ്കിലും കോമഡി ഇങ്ങനെ പറഞ്ഞിട്ട് അത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉറക്കം കൊണ്ടിരിക്കുമ്പോൾ ചിരി വന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം പറഞ്ഞ് ഉറങ്ങി ചിരിച്ചോണം. അപ്പോൾ ആരും കുറ്റം പറയുന്നില്ല. നമ്മൾ TV കണ്ടല്ലേ ഇരിക്കണം. അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അസുഖമായിരിക്കും പിടിച്ചോണ്ട് പോകും. അപ്പോൾ TV കൊണ്ടിട്ട് അതിനകത്ത് രസകരമായ രംഗം കാണുമ്പോൾ പൊട്ടിച്ചിരിച്ചപ്പോൾ അപ്പോൾ ആ വീട്ടിലുള്ളവരോട് പറഞ്ഞില്ലേ പോലും അത്ര വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ അത്ര പറയുന്നിട്ട് മക്കളോടൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തോ കുഴപ്പം പറ്റിയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് റീഡ് ദ ഫണ്ണി പേജസ്. നമുക്ക് രസകരമായ പരിതപുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ റീഡിംഗ് സ്റ്റേജസിൽ ലാപ്ടോപ്പ് ബെസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു കോളം തന്നെയുണ്ട്. അതിനകത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായതാണ്. പലപ്പോഴും പലതൊന്നും മനസ്സിലാവില്ല എങ്കിൽ പോലും വളരെ രസകരമായ കോമിക്സ് ഒക്കെ. ഷെയർ എ ഗുഡ് ജോക്ക് ഫോർ എ ഫണ്ണി സ്റ്റോറി. ഒരു രസകരമായ അനുഭവം പറയുക, കഥ പറയുക, അല്ലെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രസകരമായിട്ട് പ്രഭാഷണത്തിൽ പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചർച്ചയിൽ പോകും. ഇങ്ങനെ വേറൊരു അനുഭവം, രസകരമായ അനുഭവം അല്ലെങ്കിൽ ഒരു കഥയോ പറയാൻ വളരെ ആളുകളെ രസിപ്പിക്കുന്നുണ്ടാവും. ഞാൻ ഷെയർ എ ഗുഡ് ജോക്ക് ഫോർ ഫണ്ണി സ്റ്റോറി. പ്ലേ വിത്ത് പെറ്റ്സ്. നമ്മൾ പട്ടിയെ വീട്ടിൽ വളർന്ന ആണെങ്കിൽ അതിനെ കുടിക്കുക, കളിപ്പിക്കുക, പൂജ പഠിപ്പിക്കുക, അങ്ങനെ പെറ്റ്സുമായിട്ട് കളിച്ച് ഒരു തമാശ പിള്ളേരുമായിട്ട് കളിക്കുക. ഗോ ടു എ യാത്രയോഗ ക്ലാസ്. നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ യാത്രയോഗ ക്ലാസ്സിൽ പോവുക എന്നുള്ളതാണ്. മേക്ക് ടൈം ഫോർ ഫണ്ണി ആക്ടിവിറ്റീസ്. നമ്മൾ പിന്നെ ഡു സംതിങ് ചിരിക്കി എന്തെങ്കിലും വെറുതെ ഒരു യാതൊരു മീനിങ് ഇല്ല ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലും യോജിപ്പിക്കുക. അത് നമുക്ക് രസം തോന്നും. ഒരു മറ്റ് മനസ്സ് സുഖമാക്കുന്ന എന്തെങ്കിലും യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുക. മേക്ക് ടൈം ഫോർ ഫൺ ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ ഡ്രോയിങ്, മിനിയേച്ചർ ക്വാളിറ്റി, അങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. വാച്ച് എ യാത്രയോഗ വീഡിയോ. നമുക്ക് ഈ യാത്രയോഗ വീഡിയോ നമുക്ക് യൂട്യൂബിൽ നമ്മൾ അതിനകത്ത് അത് വാച്ച് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് തിരിച്ച് കാണിക്കും, മാർക്ക് കൊടുത്ത് നമുക്ക് ചെയ്യാം. വേറെ ആരെങ്കിലും വീട്ടുകാരെ എല്ലാവരും കൂട്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ പല പരിപാടികളും
ഇങ്ങനെയാണ് ഒരു ശാസ്ത്രത്തെ എങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം, തിഹാർ ജയിലിൽ കിരൺ ബേദി ബീഹാർ ജയിലിൻ്റെ സൂപ്രണ്ടായിരുന്ന കാലത്ത് അവർ ഒത്തിരി പരിഷ്കാരങ്ങളുണ്ട്. അവിടെ പടയാളികളുടെ തടവുകാരുടെ സ്ട്രെസ് കുറയ്ക്കാൻ, വിഷമങ്ങൾ കുറയ്ക്കാൻ, ദുഃഖം, അവരുടെ ആയതുകൾക്ക് ദേഷ്യം എല്ലാം നെഗറ്റീവ് വികാരത്തില്ല, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ പരിപാടികളുണ്ട്. രാത്രം, അതുപോലെ മെഡിറ്റേഷൻ, ഇതിനെയൊക്കെ അവിടെ പഠിപ്പിക്കും. ഇതിന് എക്സസൈസുകൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ വളരെ വിജയം കാണിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞ ബീഹാർ ജയിലിലുള്ള അന്ന് ചാൾസ് സോമരാജ് എന്ന് പറയുന്ന അവിടെ പ്രശസ്തരായ ഒരു ഇല്ലം അവിടെ താമസിക്കുന്നുണ്ടാണ് ബീഹാർ ജയിലിൽ. അയാൾക്ക് പോലും മാനസാന്തരമാക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കിരൺ ബേദിക്ക് മത്സസ്യ അവാർഡ് കിട്ടിയത്. ഇത്രയും സമൂലമായ മാറ്റം ചെയ്ത് തടവുകാർക്ക് പോലും വരുത്താൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം. ഈ മുട്ടം ജയിലും നമ്മുടെ ഇന്ത്യയിൽ മുട്ടം ജയിലിൽ അവിടുത്തെ വാർഡൻ ഞങ്ങളോട് ചോദിച്ചു, ഉണർവിൻ്റെ നേതൃത്വത്തിൽ അറിഞ്ഞ ബിസി ഓമന നാടകമുണ്ട്, നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചവരെ ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് എന്നിട്ട് ഞങ്ങൾ പോയി. ഞങ്ങളവിടെ ചെന്ന് അവിടെ തടവുകാർ എല്ലാവർക്കും ഭാഷ അറിയത്തില്ല. അവിടെ വിവിധ സ്ഥലങ്ങളിൽ വന്നേക്കണാണ് തടവുകാർ. അവർക്ക് തടവുകാർക്ക് മിക്കവാറും ഒന്നെങ്കിൽ ദേഷ്യം, ഭയങ്കര ശത്രുത, വെറുപ്പ്, വിദ്വേഷം, പക, ഇതൊക്കെ അവരുടെ മനസ്സിൽ കുടികൊള്ളുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് തന്നെ രാത്രി യോഗയാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അത് വളരെ എഫക്റ്റീവായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവർ വിളിച്ചു. അവർ ഇപ്പോൾ ഒന്നുകൂടെ ഞങ്ങൾ അന്ന് കോവിഡ് തടയുന്നതിന് മുമ്പ് പറഞ്ഞു. അത് എടുത്തു കഴിഞ്ഞിട്ട് വളരെ ഭയങ്കര ഇപ്രാവശ്യം ഇതിന് നോട്ടിഫിക്കേഷൻ നമ്മളോട് അങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജയിലിലെ കുടികളിൽ ചാർജൊക്കെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ജയിലുകളിലൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് രാത്രി തെറാപ്പി. കാരണം മറ്റെല്ലാവർക്കും കൈയടിയും എക്സസൈസും എല്ലാം കൂടി നമുക്ക് അവരെ ആഹ്ലാദിപ്പിക്കാനും സന്തോഷം കൊടുക്കാനും നമുക്ക് കഴിയുമെന്നുള്ള കൃഷിയില്ല. ഇനി നമ്മളിങ്ങനെ തിയറിയെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ വീഡിയോ കാണിക്കാം, അതനുസരിച്ച് നമ്മൾ അതിലേക്ക് ചെയ്യാൻ പോകാം. Every morning in Blue Beach, California, you'll find a group gathered and singing, laughing. There are no jokes, no punchlines. They're laughing for movies and all. They're probably laughing just watching us. Talk laughing over and then fidget and laugh. You can get rid of it. You can start feeling terrible. Laugh with other people. Before you write this off as just another off-the-wall California fad, you should know Master Yoga was the brainchild of Indian doctor Lavan Kataria. He was doing research for an article called Inactive Best Medicine, and he got the idea. I was a very serious physician practicing medicine in India. I didn't ask too much because I don't have a great sense of humor. It just came from out. And suddenly, 4 o'clock in the morning, I was starting to run. What began with 5 people in Mumbai Park in 1995 has spread to more than 5,000 laughter clubs in 50 countries, like Korea, Israel, and Germany. You don't need any sense of humor to laugh. You don't need to be happy when you laugh. In fact, when you laugh, you develop a sense of humor. You develop joy in your life. Anticipation of laughter produces some of the same beneficial results, offering evidence of what Bert calls the biology of hope. What we have here is a series of brain images that reflect the state of the brain when a person is made to experience happiness. Dr. Richard Davidson, one of the world's leading experts on the mind-body connection, says he's located where happiness lives in the brain, the left prefrontal cortex. Negative emotions such as fear and anxiety show up on the other side of the brain, the right prefrontal cortex. Davidson is at the forefront of research using the latest brain imaging technology to search for how a positive disposition affects our health. Already, Davidson has found that people who are upbeat,
have a stronger immune response when they're given a flu vaccine. That means a positive outlook actually makes you less likely to get the flu. In general, there are data showing better health outcomes among optimists compared to pessimists on a number of different measures. Dr. Kataria of the Indiana Laughter Club movement says people who laugh are living in the moment. Joyfulness making people immediately smile. രാഷ്ട്ര യോഗ അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടർ മദൻ കത്താരിയ എന്ന് പറയാൻ രാഷ്ട്ര ക്ലബ്ബുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ രാഷ്ട്ര ക്ലബ്ബുകളുടെ പിതാവെന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ ബോംബെയിൽ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ രാഷ്ട്ര ക്ലബ്ബുകൾ സ്ഥാപിക്കാൻ പ്രചോദനം കൊടുത്തു. ധാരാളം രാഷ്ട്ര ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ രാഷ്ട്ര ക്ലബ്ബുകൾ വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ രാഷ്ട്ര യോഗയോടെ പെടുത്തി അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്ര യോഗയിൽ വരുമ്പോൾ നമ്മൾ കൈകളിൽ ആ തിരികെ ശബ്ദം കേൾപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പല തരത്തിലുള്ള രാഷ്ട്രമുണ്ട്. നിങ്ങൾ ചൂണ്ടിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കൊണ്ടിരിക്കാം. പിന്നെ നമ്മുടെ കണ്ണാടി നോക്കിയിരിക്കാം. അതിനകത്തിരിക്കാം. അപ്പം അത് ഒരു വീഡിയോ എടുത്താൽ വന്നാലും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. Hello and welcome to Laughing Yoga Dance, a Bollywood style aerobic dancing and laughing. This is for the first time we are introducing a new fitness program which combines aerobic dancing, laughter exercises and breathing exercises, which will make you feel fresh and energized. The dancing steps are taken from the Bollywood movies, which are very simple and anybody can do it.
ചില സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, എറണാകുളത്തൊക്കെ ലാഫ്റ്റർ ക്ലബ്ബുകളിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ ഭയങ്കര ടീഡിയസ് എക്സസൈസും കൂടെ ഇതിനോട് ബന്ധപ്പെടുത്തി. ഇത് വളരെ ലൈറ്റായിട്ടുള്ള കാര്യമാണ്. ടീഡിയസ് ആയിട്ടുള്ള എക്സസൈസോടെ ബന്ധപ്പെടുത്തി അവർ അതിനെക്കാട്ട് ഫോക്കസ് മുഴുവൻ അങ്ങോട്ട് പോകുന്നു, എക്സസൈസിന് പോകുന്നു, ബ്രീത്തിങ് എക്സസൈസ്. അപ്പോൾ അത് ചിരിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഒരു തടസ്സമായിട്ട് വന്നു. കാരണം എല്ലാവർക്കും എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതെ നമുക്ക് ചിരിയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്. ഇതിനകത്ത് വരുമ്പോൾ ഈ തെറാപ്പി വരുമ്പോൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോ ഹോ ഹാ ഹാ എന്നുള്ളത് അത് അങ്ങനെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ നമുക്ക് അതിന് എഫക്റ്റ് ഉണ്ട്, നമുക്ക് ഗുണമുണ്ട്. അതുപോലെ കൈയടിക്കുന്നതിന് ഗുണമുണ്ട്, ബ്രീത്തിങ്ങിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഉള്ള കയ്യടിയൊക്കെ എപ്പോഴും അത്യാവശ്യമാണ്. കാരണം അതുകൊണ്ട് ഒത്തിരി നമുക്ക് കൂടുതൽ കിട്ടും. അല്ലാതെ വലിയ എക്സസൈസ് കുഴിയിലെത്തായാലും ചെരിയിലും അതുപോലെയൊക്കെ അങ്ങനെ അത്രയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അത് ഇതുപോലുള്ള ചെറിയ ഡാൻസുകളൊക്കെ ആണെങ്കിൽ എൻ്റർടൈനിങ്ങുമാണ്. അത് കണ്ടാൽ പോലും നമുക്ക് രസിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടും. ആ വീഡിയോസ് ആണെങ്കിൽ അത് കണ്ടിട്ട് സിംഗിളായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവരുടെ ഒപ്പം നമുക്ക് ഡാൻസ് ചെയ്യാം. ഈ സിംഗിളായിട്ട് താമസിക്കുന്നവർക്ക് പോലും ഇതനുസരിച്ച് നമുക്ക് ചിരിക്കാനൊക്കെ പറ്റും. ഏതായാലും നമ്മുടെ ചിരി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യ ഘടകമായി തീരുന്നാൽ നമുക്കതൊരു പ്രയോജനമുണ്ട്. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഓ ഇതൊക്കെ ഒരു പാഷനല്ല, ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ, ചിരിക്കും, ഇതിന് മെനക്കെടേണ്ട കാര്യങ്ങൾ, ചിരിക്കാതെ തന്നെ ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും കാണും. കാരണം എന്തിനും വേണ്ടല്ലോ, ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുള്ളവർ തീർച്ചയായും ചിരി നിർത്തത്തില്ല. അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എപ്പോൾ അവസരം കിട്ടിയാലും നമുക്ക് ചിരിക്കാൻ സാധിക്കണം. അതുപോലെ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ശരിക്കും തമാശകൾ പറയുന്ന ആളുകളെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരുപാട് ചിരിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും എൻ്റെ ലാഫ്റ്റർ യോഗയെ പറ്റിയുള്ള, ലാഫ്റ്റർ തെറാപ്പിയെ പറ്റിയുള്ള ചിരി മരുന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇതിന് അവസരം തന്ന അച്ഛനും അതുപോലെ ബാക്കി നന്നായിട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഇത് എല്ലാവരും ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കൂടെ കാണിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം. ഈ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്, അതിന് നമ്മുടെ ഗ്രൂപ്പിലും ഇടാം. അത് കണ്ടിട്ട് ഇത് പറ്റുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് അവസരം ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിലുള്ളവരെ മുഴുവൻ ചിരിപ്പിക്കാം. ഈ ചിരിയുടെ ഗുണം എല്ലാവർക്കും അനുഭവിക്കുകയും ചെയ്യാം. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ചിരിക്ക് ഇത്രയേറെ ഔഷധ ഗുണമുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്നായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കമായിട്ട് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കാം. ചിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മനസ്സ് ശുദ്ധമാക്കാനായിട്ടുള്ള ഒരു എളുപ്പ വിദ്യയാണ്. ആയുസ് കൂട്ടും. നമുക്കെല്ലാം ഒരു സന്തോഷം തരുന്ന വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. ആയുസ് കൂട്ടാനായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. രോഗം മാറും. അതിൽ കൂടുതൽ നമുക്കെന്താ കേൾക്കാനുള്ളത്? രോഗം മാറ്റാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. വിഷാദം മാറ്റും. വിഷാദം ഉണ്ടാകാത്തവരാരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്കണ്ഠ, ഉത്കണ്ഠയൊക്കെ മാറ്റാൻ സഹായിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഒരു വലിയൊരു പ്രയാസം അനുഭവപ്പെടുമ്പോൾ സഡൻ റിലാക്സേഷൻ, മരുന്നുകൊണ്ട് അത് ചിലപ്പോൾ മാറിയെന്ന് വരികയല്ല, പെട്ടെന്നൊരു റിലാക്സേഷൻ കിട്ടാൻ ഈ ചിരി സഹായിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. റിലേഷൻഷിപ്പ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്ത്യ കൂടെ വന്ന ആളുകൾ മുഴുവനും കയ്യും മെയ്യും മറന്ന് ഒരുമിച്ച് ആടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആളുകൾ തമ്മിലൊരു റിലാക്സേഷൻ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഭാര്യമാരെ സംബന്ധിച്ച് 100% സംതൃപ്തിയുള്ളവരാരും തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എപ്പോഴും കുറ്റപ്പെടുത്തും. നമ്മൾ എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും കുറ്റപ്പെടുത്തൽ മാത്രം മിക്കവാറും അവരെക്കുറിച്ച് അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ കൂടി സന്തോഷത്തിലാക്കാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റും? ചിരി വെറുതെ ചിരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് വീട്ടിൽ. അപ്പോൾ അതിന് ഒരു റെമഡി, ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, സൂര്യ കോമഡി. അത് നല്ലൊരു കാര്യമാണ്. സൂര്യ കോമഡിയിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് ആവശ്യം. നമ്മളധികം കാണാറില്ല, എങ്കിലും പിള്ളേരൊക്കെ അത് കേട്ട് എപ്പോഴും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. സൂര്യ കോമഡി കണ്ടാൽ എല്ലാ ചാനലിലുള്ളതാണ്. പിന്നെ ഈ പണ്ടൊക്കെ ഈ ബോബനും മോളി എന്ന് പറയുന്നൊരു മാസിക ഉണ്ടായിരുന്നു, ബോബനും മോളി. അത് ഇതുപോലെ ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മുഴുവനും. ഇത് എവിടുന്ന് വരുന്നു, ആരെഴുതുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും സംശയിക്കാറുണ്ട്.
അതും നല്ലൊരു സംഗതിയാണ്. ഏതായിരുന്നാലും ചിരിയെക്കുറിച്ചുള്ള ഒരു വിശദമായ ക്ലാസ്സും അതിൻ്റെ ഗുണങ്ങളും എല്ലാം എം.വി. ജോൺ സാറ് അദ്ദേഹം റിസർച്ച് നടത്തിയിട്ടുള്ളതാണ്, PhD ഒക്കെ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ സായാഹ്നം ഉപകാരപ്രദമാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് സാധിച്ചു. തീർച്ചയായിട്ടും നമ്മളെ ചിരിയുടെ സന്തോഷത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പ്രിൻസച്ചൻ ഇവിടെ ഓടിയെത്തി ഇതിൽ പങ്കെടുത്തു, നമുക്കൊരു സന്ദേശം നൽകി. അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 3 മണി മുതൽ നിങ്ങളിവിടെ മിക്കവാറും പേര്, ബഹുഭൂരിപക്ഷം പേര് 3 മണി മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ സൗഹൃദ സദസ്സിലേക്ക് ആളുകൾ വരുന്നു. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ഈ ഒരു പ്രോഗ്രാമുണ്ട്. ഇതിലേക്ക് വരണം, സംബന്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നൽകുന്നു.